നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നെടുമങ്ങാട് 1.5 വയസ്സുകാരൻ അർഷിദ് മരിച്ച സംഭവത്തിൽ കുട്ടിയെ ഉപദ്രവിച്ചെന്ന് സമ്മതിച്ച് അച്ഛനും അമ്മയും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. ആ കുഞ്ഞിന്റെ നിഷ്കളങ്കമായ ചിരിയും മുഖവും ഒന്നും ആ നോട്ടവും ഒന്നും നമുക്ക് ഇപ്പോഴും മറക്കാൻ സാധിക്കില്ല എന്ന് വ്യക്തമാണ്. 2 കുഞ്ഞു കൈകൾ അടിച്ചൊടിച്ച് നുറുക്കി വെക്കുകയും കൈകൾ മാത്രമല്ല ആ കാൽപാദം ഒന്ന് നോക്കിയിരുന്നുവെങ്കിൽ, ആരെങ്കിലും ഒന്ന് നോക്കിയിരുന്നുവെങ്കിൽ ആ കാൽപാദത്തിലും കാല് പൊള്ളിച്ച ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു പാട് കാണാമായിരുന്നു എന്നും പിന്നീട് അച്ഛനും അമ്മയും തുറന്ന് സമ്മതിക്കുകയാണ്. ഇത്രയും ക്രൂരത ചെയ്തിട്ടും ആ രണ്ടാം അച്ഛനും അമ്മയ്ക്കും അടങ്ങാത്ത പ്രണയവും സ്നേഹവും പരസ്പരമുണ്ട് എന്ന് തെളിയിക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം പോലീസ് വാഹനത്തിൽ കയറാൻ വന്നത്. രണ്ടുപേരും ഒരുമിച്ച് പോലീസ് വാഹനത്തിന്റെ പിറകിൽ ഇരിക്കാൻ പോയപ്പോൾ പോലീസാണ് പറഞ്ഞത് ഇറങ്ങിറങ്ങി ഒരുമിച്ച് അങ്ങനെ ഇരിക്കേണ്ട എന്നുള്ളത്. അങ്ങനെ അവരുടെ ആ ദൗത്യം അങ്ങ് പാളുകയായിരുന്നു. എന്തായാലും രണ്ടാം അച്ഛൻ്റെ നിലവിലെ ആരോഗ്യാവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമാണ്. ഇയാളുടെ അഭിനയമാണോ എന്നറിയില്ല. ക്യാമറ കാണുമ്പോഴൊക്കെ ഒരു ഞൊണ്ടലും പരിവേഷവും ഒക്കെ വരുന്നുണ്ട്. എന്തായാലും നാട്ടുകാർ നല്ല പോലെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിലും സംശയമില്ല. ഏതായാലും കഴിഞ്ഞ ദിവസം പുറത്തുവന്ന റിപ്പോർട്ടുകൾ ഞെട്ടിച്ചുകൊണ്ടാണ് നമ്മൾ എല്ലാവരും കേട്ടത്. സൈക്കിളിൽ നിന്ന് വീണ് കുട്ടിയുടെ 2 കൈ ഒടിഞ്ഞിട്ടും 12 ദിവസം കഴിഞ്ഞാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത്. 2 കൈക്കും നീരും വേദനയും ഉണ്ടെന്ന് കുട്ടി പറഞ്ഞിട്ടും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഇവർ തയ്യാറായില്ല. കുട്ടി ഹൈപ്പർ ആക്റ്റീവ് ആയിരുന്നെന്നും ഓടി നടക്കാതിരിക്കാൻ ലൈറ്റർ ഉപയോഗിച്ച് പൊള്ളിച്ചതായും ഇവർ മൊഴി നൽകിയിട്ടുണ്ട്. പോലീസ് കസ്റ്റഡിയിൽ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പ്രതികളായ അമ്മ അഖിലയും പങ്കാളി അഷ്കറും കുട്ടിയോട് ചെയ്ത ക്രൂരതകൾ ഓരോന്നായി പറയുന്നത്. മുന്നോട്ട് ഒരുമിച്ചുള്ള ജീവിതത്തിന് കുട്ടി തടസ്സമാണെന്ന് കരുതിയെന്ന് ഇരുവരും മൊഴി നൽകി. മർദ്ദനമേറ്റ് ക്ഷീണിച്ച കുട്ടിയുമായി മധുരയ്ക്കും പോയി. തിരിച്ചെത്തിയപ്പോൾ പനി കൂടി കുഴഞ്ഞു വീണു. എന്നാൽ മരുന്ന് നൽകാനോ ശുശ്രൂഷിക്കാനോ ആരും തന്നെ തയ്യാറായില്ല. മരിക്കുന്നതിന് 4 മാസം മുൻപ് തൊട്ടു തന്നെ കുഞ്ഞിന് ക്രൂരമർദ്ദനമാണ് നേരിടേണ്ടി വന്നതെന്നാണ് അമ്മയെയും രണ്ടാനച്ഛനും ഒരുമിച്ച് ഇരുത്തി ചോദ്യം ചെയ്തപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ദേഹമാസകലം മുറിവുകളുമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച നെടുമങ്ങാട് പനവൂർ സ്വദേശി അർഷിദ് മെയ് 29 രാത്രിയാണ് മരിച്ചത്. ഭക്ഷണം കഴിച്ച ശേഷം ഉറങ്ങാൻ കിടന്ന കുഞ്ഞ് ഛർദ്ദിച്ച് അവശ നിലയിലാണെന്നാണ് അഷ്കർ ആദ്യം പോലീസിന് മൊഴി നൽകിയത്. തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടം പരിശോധനയിലാണ് ക്രൂര പീഡനത്തിന്റെ വിവരങ്ങൾ ഓരോന്നായി പുറത്തു വരുന്നത്. ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തപ്പോഴും ഇരുവരും കൈകൾ കൂട്ടിക്കെട്ടാൻ ശ്രമിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം തടുത്തുകൊണ്ട് പോലീസ് സംഘം അവിടെ നിൽക്കുകയാണ്. സത്യത്തിൽ പോലീസ് സംഘം പോലും ചോദ്യം ചെയ്ത ഈ സംഘങ്ങൾ പോലും ഒരു കണ്ണീരോട് കൂടിയാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടത് എന്നാണ് മനസ്സിലാകുന്നത്. കാരണം അത്രയും മൃഗീയമായിട്ടാണ് ഈ പ്രവൃത്തി ആ കുരുന്നിനോട് ചെയ്തത് എന്ന് വ്യക്തമാവുകയാണ്. ഇനി അതായത് ഇവർക്കൊക്കെ ഇനി ഒരു ധാരണയുണ്ട്, ജയിലിൽ കിടന്നാൽ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് പുറത്തിറങ്ങാമല്ലോ, അപ്പോൾ ഇവർ ആഗ്രഹിച്ചതെല്ലാം നടക്കുമല്ലോ. കാരണം എന്താണ്, കുഞ്ഞിൻ്റെ ശല്യമില്ല, അത് കുഞ്ഞുമായിട്ട് ഇനി മറ്റ് ബന്ധങ്ങളൊന്നുമില്ല, നാട്ടുകാർ കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം മറക്കും. അപ്പോൾ അങ്ങനെയെങ്കിൽ സുഖമായി ഇനി ജീവിക്കാമല്ലോ എന്നൊരു ആത്മവിശ്വാസമാണ് ആ തള്ളയുടെയും തന്തയുടെയും മുഖത്തുള്ളത് എന്ന് വ്യക്തമാവുകയാണ്. അതിൽ കോടതി ഇതിലെന്ത് ശിക്ഷാ നടപടി കൊടുക്കുമെന്ന് കാത്തിരുന്ന് കാണാം.